വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻആം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അൻആമിലെ 152 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് 153 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. وهذا كتاب أنزلناه مبارك فاتبعوه واتقوا لعلكم ترحمون. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വസിയത്തുകളെ കുറിച്ചാണ് പഠിച്ചത്. 10 വസിയത്തുകൾ 151 ആയത്തും 152 ആയത്തും. ഈ 2 ആയത്തുകളിലായിട്ട് 10 വസിയത്തുകൾ വന്നു. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. റബ്ബ് നിങ്ങളിൽ ചുമത്തിയ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ ഓതിത്തരാം. ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തേത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്നതാണ്. രണ്ടാമത്തേത് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം. മൂന്നാമത്തേത് മക്കളെ പട്ടിണി ഭയന്ന് കൊന്നുകളയരുത്. നാലാമത്തേത് മ്ലേച്ഛവൃത്തികൾ, അത് പ്രത്യക്ഷമായും പരോക്ഷമായും അതിലേക്ക് അടുക്കരുത്. അഞ്ചാമത്തേത് അള്ളാഹു ആദരിച്ച അവൻ്റെ സൃഷ്ടികളെ, മനുഷ്യരെ അന്യായമായിട്ട് കൊല്ലരുത് എന്നതായിരുന്നു. 152 ആയത്തില് 6-ാമത് പറഞ്ഞത് വലാ തഖ്റബു മാലൽ യതീം, അനാഥയുടെ സമ്പത്തിന് നേരെ അന്യായമായിട്ട് അടുക്കരുത്, അത് ദുരുപയോഗപ്പെടുത്തരുത്. 7-ാമത്തേത് വ ഔഫുൽ കൈൽ, നിങ്ങൾ അളവ് പൂർണ്ണമായിട്ട് നിർവഹിക്കണം. 8-ാമത്തേത് വൽ മീസാൻ, അതേപോലെ തന്നെ തൂക്കവും കൃത്യമായിരിക്കണം എന്നതായിരുന്നു. 9-ാമത്തേത് വ ഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതിപൂർവ്വം സംസാരിക്കണം, അത് സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിലായാലും. 10-ാമത്തേത് വബി അഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവോടുള്ള കരാറ് പാലിക്കണം എന്നാണ്. ഇതില് 151-ാമത്തെ ആയത്ത് അവസാനിച്ചത് എങ്ങനെയായിരുന്നു? ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ എന്നാണ്. ഈ നിയമങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വസിയത്ത് ചെയ്തതാണ്, നിങ്ങൾ കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ബുദ്ധിപൂർവം കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി. 152-ാമത്തെ ആയത്ത് അവസാനിച്ച് എങ്ങനെയാണ്? ദാലിക്കും വസാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ദിക്റുള്ളവരാകാൻ വേണ്ടിയാണ് ഈ കൽപ്പനകൾ നിങ്ങൾക്ക് വസിയത്തായി നൽകുന്നത്. അപ്പൊ മൊത്തം 10 കൽപ്പനകൾ വസിയത്തായിട്ട് അല്ലാഹു തആല നൽകിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക.
ഇനി 153 ആയത്ത്, അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട്, ആ വസിയത്തിന്റെ തുടർച്ചയായിട്ട് നമ്മെ വളരെ പ്രാധാന്യപൂർവം ഉണർത്തുന്ന ഒരു വിഷയമാണ്. അർത്ഥം ശ്രദ്ധിക്കാം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്. വഅന്ന നിശ്ചയം, ഹാദ ഇത് തന്നെയാണ്, സിറാത്തി എൻ്റെ മാർഗം, എൻ്റെയും പാത ഇത് തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് എന്ന് ചേർത്ത് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ആരുടെ മാർഗമാണ് എന്നൊരു ചോദ്യമുണ്ട്. അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വന്നിരുന്നു. അതിലേക്കാണ് ഇവിടെ ചേർത്ത് പറയുന്നത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇത് തന്നെയാണ് എൻ്റെയും നേരായ പാത എന്ന് പറഞ്ഞാണ് തുടക്കം. ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? നമ്മൾ നേരത്തെ യഹൂദരെ കുറിച്ചും ബഹുദൈവവാദികളെ കുറിച്ചൊക്കെ പഠിച്ചല്ലോ. അവര് സ്വയം നിയമം നിർമ്മിച്ച് സ്വയം മതമുണ്ടാക്കി അങ്ങനെ അള്ളാഹുവെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വയം നിയമനിർമ്മാണ പ്രവർത്തനം നടത്തിയവരാണവർ. ഭക്ഷണ വിഷയങ്ങളിൽ പോലും ഇന്നത് ഹലാല് ഇന്നത് ഹറാം എന്ന് തീരുമാനിച്ചു. നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. കാരണം അള്ളാഹുവിൻ്റെതാണ് ഈ പ്രപഞ്ചം. ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. അപ്പൊ അത് മുൻനിർത്തിയാണ് കാര്യങ്ങൾ പറഞ്ഞു വന്നത്. വേദക്കാരും അതേപോലെ തന്നെ മക്കയിലെ ബഹുദൈവവാദികളും ഈ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ അള്ളാഹു താല അതില് ഇടപെടുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗം, ആ മില്ലത്ത്, ആ ചര്യ, അത് എന്താണോ അതാണ് ഇതുവരെ പറഞ്ഞു വെച്ചത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു താല പറയാൻ ആവശ്യപ്പെടാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, എൻ്റെയും മാർഗം ഇത് തന്നെയാണ്, എൻ്റെയും നേരായ പാത ഇത് തന്നെയാകുന്നു. ഫ അതിനാൽ ഇത്തബിഅ, നീ പിൻപറ്റുക, ഇത്തബിഉ നിങ്ങൾ പിന്തുടരുവിൻ, ഹു അതിനെ പിന്തുടരുവിൻ, ആ സിറാത്തിനെ തന്നെ പിന്തുടരുവിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിനോട് പറയുന്ന ശൈലിയിലാണ് ഇവിടെ പറഞ്ഞത്. വലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റരുത്, അസുബുൽ, സബീലിന്റെ ബഹുവചനമാണ് സുബുൽ, നിങ്ങൾ വഴികൾ പിൻപറ്റരുത്. സബീൽ മാർഗം, വഴി, അതിന്റെ ബഹുവചനാണ് സുബുൽ. വലാ തത്തബിഉ സുബുല, നിങ്ങൾ വിവിധ മാർഗങ്ങളെ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാലോ ഫതഫറഖ, തഫറഖ ഭിന്നിച്ചു എന്നാണ്. ഫതഫറഖ ബിക്കും, ആ വഴികൾ നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും എന്നാണ്. നിങ്ങളെ വ്യതിചലിപ്പിച്ച് പലതരത്തില് നിങ്ങൾ ചിതറിപ്പോകും. ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അവന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ പല വഴികളിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ദാലിക്കും, അതത്രേ, വസാക്കും ബിഹി, അവൻ, അതാണ് അള്ളാഹു നിങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ദാലിക്കും വസാക്കും ബിഹി, അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഭക്തിയുള്ളവർ ആകാൻ വേണ്ടിയാണ്. ഇത് മൂന്നാമത്തെ വസിയത്താണ് അല്ലെ. കഴിഞ്ഞ 2 ആയത്തുകളും അവസാനിച്ചത് ദാലിക്കും വസാക്കും ബിഹി എന്നായിരുന്നു. എന്നിട്ട് ഒടുവിൽ എന്താ പറഞ്ഞത്? ലഅല്ലക്കും തഅഖിലൂൻ, പിന്നെ ലഅല്ലക്കും തദക്കറൂൻ. ഇവിടെ പറയാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അഖ്ല്, അതുപോലെ ദിക്ർ, ഇവിടെ തഖ്വ അല്ലെ. ബുദ്ധി ഉപയോഗിച്ച് അള്ളാഹുവെ കണ്ടെത്തണം, അള്ളാഹുവെ നിയമത്തിന് വിധേയമാകണം അല്ലെ. അവനെ ദിക്ർ ചെയ്യണം, അവനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സ്മരിക്കണം. എന്നിട്ടോ അവനോട് ഭയഭക്തിയുള്ള അവസ്ഥയിൽ അവന്റെ നിയമങ്ങളെ പാലിക്കണം. ഇത് 3 സംഗതികളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വസിയത്ത് എന്നത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. നമ്മുടെ ഉമ്മയോ വാപ്പയോ ഇന്ന കാര്യം വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ പറയുമ്പോൾ പോലും നമ്മളുടെ തൊണ്ട ഇടറിപ്പോവും അല്ലെ. കൃത്യമായിട്ട് നിസ്കരിക്കണം കേട്ടോ, ഉമ്മ എപ്പോഴും പറയായിരുന്നു. ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം, ഉമ്മ എപ്പോഴും പറയായിരുന്നു. കാര്യങ്ങളിൽ വിശ്വസ്തത പാലിക്കണം, വാപ്പ എപ്പോഴും പറയായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുമ്പോൾ തന്നെ നമ്മൾ വിതുമ്പിപ്പോവും.
ഇവിടെ ആരാണ് വസിയത്ത് ചെയ്യുന്നത്? അള്ളാഹുവാണ് വസിയത്ത് ചെയ്യുന്നത്. ആ ഉമ്മയെയും വാപ്പയെയും എല്ലാം പടച്ച സാക്ഷാൽ അള്ളാഹു തആല നമ്മളോട് വസിയത്ത് ചെയ്യാണ്, ദാലിക്കും വസാക്കും ബിഹി എന്ന് പറഞ്ഞുകൊണ്ട്. അത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഈ ആയത്ത് ഒന്നുകൂടി നമ്മൾ വിശകലനം ചെയ്താൽ വളരെ ശ്രദ്ധേയമായ ചില ആശയങ്ങൾ കിട്ടും. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്, നിശ്ചയം ഇത് തന്നെയാണ് എൻ്റെയും നേരായ പാത എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു തആല പറയിപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം, അല്ലേ? അള്ളാഹു ആവശ്യപ്പെട്ട് റസൂൽ പറയുന്നു എന്ന രൂപത്തിലാണ്. ഖുൽ എന്ന് അതിൻ്റെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യ സൂക്തം തുടങ്ങിയത് ഖുൽ കൊണ്ടാണല്ലോ, അതിൻ്റെ തുടർച്ച തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വടിയെടുത്തിട്ട്, മണലാണല്ലോ, മരുഭൂമിയാണല്ലോ, ആ മണലിൽ ഇങ്ങനെ ഒരു വര വരച്ചു. അപ്പോൾ സഹാബത്ത് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, ഒരു വര ഇങ്ങനെ ആദ്യം വരച്ചു, എന്നിട്ട് അതിൻ്റെ രണ്ട് വശത്തുമായിട്ട് ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ വരച്ചിട്ടു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വരച്ച വരയുണ്ടല്ലോ, ആദ്യം വരച്ച നേരായ വര, ആ വരയിൽ വടി കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ ചൊവ്വായ മാർഗം, ഫത്തബിഊഹു, അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ വരച്ച വരകളില്ലേ, വശങ്ങളിലായിട്ട് വരച്ച ചെറിയ ചെറിയ വര, അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ ഈ വഴികളെ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വഴി തെറ്റിപ്പോവും, അല്ലെങ്കിൽ അത് നിങ്ങളെ അങ്ങനെ വഴി തെറ്റിച്ച് കളയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ എന്താ ഉദ്ദേശം? സിറാത്തുൽ മുസ്തഖീമാണ്, നേരായി വരച്ച വര. നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ഉത്തരവില്ലേ, അതായിരിക്കും സിറാത്തുൽ മുസ്തഖീം, അല്ലേ? പിന്നെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കുക, എനിക്ക് നഷ്ടമാവോ ലാഭമാവോ, ആളുകൾ എന്ത് പറയും, അല്ലേ? ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പലതരം ശീലങ്ങളിലെ ചിന്തകളിലേക്ക് നമ്മൾ പോകുമ്പോൾ മനസ്സ് ചിതറിപ്പോവും. അതിനാൽ മനസ്സാക്ഷി നൽകുന്ന ശരിയായ ഉത്തരം, അതാണ് സിറാത്ത് മുസ്തഖീം. അതാണ് 5 നേരവും 17 തവണ നിർബന്ധമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നിരന്തരം അള്ളാഹുവോട് തേടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ വഴിയെക്കുറിച്ചാണ് പറയുന്നത്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, അതിനാൽ എൻ്റെ ഈ ചൊവ്വായ മാർഗം ആണ് ശരിയായ മാർഗം, ഫത്തബിഊഹ്, അതിനാൽ നിങ്ങൾ അതിനെ പിൻപറ്റുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നാൽ നമ്മൾ ശരിയായ മാർഗത്തിലാണ്. അള്ളാഹുവിൻ്റെ മാർഗം നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനാണ്. അതാണ് ഇപ്പോൾ പുതിയ അധ്യാപന ശൈലിയിൽ ഇങ്ങനെ ചിത്രീകരണങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലേ? അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വര വരച്ചിട്ട് നല്ല ഒരു ആശയം പഠിപ്പിച്ചു. അപ്പൊ നേരായ വര, ആ വരയിലൂടെ സഞ്ചരിക്കുക. അതിന് ഇരുവശങ്ങളിലുള്ളത് എന്താണ്? ഊടുവഴികളാണ്, അല്ലേ? ഒരു നാഷണൽ ഹൈവേ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വഴികൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ദീർഘയാത്ര ചെയ്യേണ്ട ആള്, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആള് ആ നേരായ വഴിയിലൂടെ സഞ്ചരിച്ചാലേ കൃത്യസമയത്ത് കൃത്യ ലക്ഷ്യത്തിലെത്തും. അതേസമയം അയാൾ ഇങ്ങനെ ഊടുവഴികളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങിയാലോ ഒരിക്കലും ലക്ഷ്യത്തിലെത്തുന്നില്ല. അയാൾ ഇങ്ങനെ വഴി തെറ്റി എവിടേക്കോ എത്തിപ്പോവും. ഇത് തന്നെയാണ് ജീവിതത്തിന് സംഭവിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത്. തൗഹീദ്, ഏകദൈവത്വം, ആ കാഴ്ചപ്പാടിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുക. എങ്കിലാണ് നമ്മൾ അള്ളാഹുവിൽ എത്തിച്ചേരുള്ളൂ. അതേ സമയത്ത് ഓരോ കാര്യങ്ങൾക്കും ഓരോ നിലപാട്. നമസ്കരിക്കാൻ അള്ളാഹു കൊള്ളാം, അതുകൊണ്ട് ഞാൻ അള്ളാഹു അക്ബർ ചൊല്ലിയിട്ടാണ് നിസ്കരിക്കുക, അത് കുഴപ്പമില്ല. അതേസമയം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ശീലങ്ങളോ, അത് ഞാൻ തീരുമാനിച്ചോളും, അതിൽ അള്ളാഹു ഇടപെടേണ്ടതില്ല.
അല്ലേ? എൻ്റെ കുടുംബത്തിന്റെ വിഷയം അത് കുടുംബം തീരുമാനിച്ചോളൂ. അതിലും അള്ളാഹു ഇടപെടേണ്ടതില്ല. അവരെങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അവര് ഏത് സംസ്കാരം സ്വീകരിക്കണം, അങ്ങനെ ഉണ്ടല്ലോ. ആ കാര്യങ്ങളൊക്കെ കുടുംബം തീരുമാനിച്ചോളും, അള്ളാഹു ഇടപെടണം. അത് മറ്റൊരു വഴിയാണ്. എൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ, അതിലും അള്ളാഹു ഇടപെടേണ്ടതില്ല. എനിക്ക് തോന്നും പോലെ ലാഭം കിട്ടുന്ന ഏത് കച്ചവടവും എങ്ങനെയും ഞാൻ ചെയ്യും. അതിൽ ഹലാൽ ഹറാം എനിക്ക് വിഷയമല്ല. അത് വേറൊരു ഊടുവഴിയായി, അല്ലെ? എൻ്റെ സാമൂഹിക നിലപാടുകൾ, അത് എനിക്ക് കാര്യമുള്ള ആളുകൾക്ക് ഞാൻ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ പിന്തുണക്കും. അതിലപ്പുറം അതിലൊന്നും ഇസ്ലാം ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഇസ്ലാം അത്യാവശ്യം നിസ്കാരവും നോമ്പും അതുപോലുള്ള അനുഷ്ഠാനങ്ങളുടെ മസ്അലകൾ, കർമ്മശാസ്ത്രം മാത്രം പറഞ്ഞാൽ മതി. അതിനപ്പുറം പോകേണ്ടതില്ല. ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ അള്ളാഹുവെ മുൻനിർത്തി ജീവിക്കുമ്പോൾ തന്നെ പല ഊടുവഴികളിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ ലക്ഷ്യമാകുന്ന സ്വർഗത്തിലെത്തുമോ? സാധ്യമല്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. അതിനാൽ എൻ്റെ ഈ മാർഗമുണ്ടല്ലോ, അതാണ് ചൊവ്വായ മാർഗം, അതിനെ നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ ഊടുവഴികളെ പിൻപറ്റരുത്. ഫതഫറഖ ബിക്കും അൻ സബീലിഹി, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുന്നത്? അതിൽ പെട്ടാൽ അത് മറ്റൊരു ഊടുവഴിയാണ്. അള്ളാഹുവിൽ നിന്ന് വഴിമാറി വേറെ ഏതൊക്കെയോ വിശ്വാസ ചിന്താഗതികളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകും എന്നതാണ്. ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലക്കും തത്തഖൂൻ, ഇതാണ് നിങ്ങളോട് ഉള്ള വസിയത്ത് എന്ന് പറയുകയാണ് ഇവിടെ. ഇപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ്, അല്ലെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തിരുമേനിയുടെ വസിയത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ 3 സൂക്തങ്ങൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തത്? ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ 3 സൂക്തങ്ങൾ പാരായണം ചെയ്തു കൊള്ളട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ശൈലിയിൽ ഇതേ വസിയത്ത് നമുക്ക് നൽകുന്നുണ്ട്, അല്ലെ? തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നു. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആനാണ്. രണ്ടാമത്തേത് സുന്നത്തി, എൻ്റെ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വസിയത്തുകൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സന്ദേശം എത്തിച്ചു പോകും. അത് എത്തിച്ചു എങ്കിൽ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഹാജറുള്ളവൻ ഹാജറില്ലാത്തവന് സന്ദേശം എത്തിക്കട്ടെ. അതൊരു വസിയത്താണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വസിയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഇത് അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ടുള്ള വസിയത്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അത് അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്ന രൂപത്തിൽ നമുക്ക് എത്തിച്ചു തരികയാണ് എന്ന് മനസ്സിലാക്കണം. ഈ 3 സൂക്തങ്ങൾ അനുസരിച്ചു കൊള്ളാമെന്ന് തന്നോട് ബൈഅത്ത് ചെയ്യാൻ, അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടതായിട്ട് ഉബാദത്ത് ബിനു സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഈ 3 വസിയത്ത് ഇത് നിങ്ങൾ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈഅത്ത് ചെയ്യാം. ബൈഅത്ത് എന്ന് പറഞ്ഞാൽ അനുസരണ പ്രതിജ്ഞയാണ്, അല്ലെ? ആ നിലയ്ക്ക് പ്രതിജ്ഞ ചെയ്ത് ഏറ്റെടുക്കണം എന്ന് സ്വഹാബിമാരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിരുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ സൂക്തങ്ങളെ കുറിച്ച് ഖുർആൻ മുഫസ്സിറുകൾ പറയുന്ന മറ്റൊരു കാര്യം, ഇവ ആയാത്തും മുഹ്കമാത്താണ് എന്നതാണ്. എന്താണ് മുഹ്കമാത്ത്? ഭദ്രമായ സൂക്തങ്ങളാണ്, അല്ലെ? നല്ല ആശയ വ്യക്തതയുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തൊക്കെയോ പറയുകയല്ല, നമ്മുടെ ബുദ്ധിക്കോ അറിവിനോ ഉൾക്കൊള്ളാൻ കഴിയാത്തതല്ല. ഖുർആനിൽ 2 തരം സൂക്തങ്ങളില്ലേ? സൂറ ആല ഇമ്രാനിലെ 1-ാമത്തെ പേജിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. എന്താണ്? ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുതശാബിഹാത്ത്. ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞത് ആയാത്ത് മുഹ്കമാത്താണ്. അതാണ് ഈ ഗ്രന്ഥത്തിന്റെ അടിത്തറ. പിന്നെ ഉള്ളത് മുതശാബിഹായതാണ്. അത് പലതും ഗൈബായിരിക്കും. ഇപ്പൊ അള്ളാഹുവെ കുറിച്ചുള്ള അറിവുകൾ,
അള്ളാഹുവിൻ്റെ രൂപം അവൻ എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ കൈ എന്ന് ഖുർആനിൽ പറയുമ്പോൾ അത് ഇതുപോലൊരു കൈയാണോ? അള്ളാഹുവിൻ്റെ മുഖം എന്ന് ഖുർആൻ പറയുമ്പോൾ ഇതുപോലൊരു മുഖമാണോ? അങ്ങനെ അല്ലല്ലോ. അള്ളാഹുവിൻ്റെ സിംഹാസനം, ആയത്തുൽ കുർസിയിൽ അവൻ്റെ സിംഹാസനം എന്ന് പറയുന്നു. അപ്പൊ അള്ളാഹുവിന് സിംഹാസനം ഉണ്ടെങ്കിൽ അവന് ശരീരം ഉണ്ടാവില്ലേ? അപ്പൊ അവൻ എവിടെയാണ് ഇരിക്കുക? അവനങ്ങനെ ഇരിക്കേണ്ടി വരുമോ? ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകളിലേക്ക് നമ്മൾ പോകും. യഥാർത്ഥത്തിൽ അത് മുത്തശാബിഹാത്തായ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നേരിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മൾ കാണാത്തതും അറിയാത്തതുമായ മറ്റൊരു ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനാൽ അതിലെ സൂചനകൾ മാത്രം വിശ്വസിക്കുക, അതിനപ്പുറം ആലോചിച്ച് പ്രയാസപ്പെടാതിരിക്കുക. അതേസമയം മുഹ്കമാത്ത് അങ്ങനെയല്ല, അത് ഭദ്രമാണ്, വ്യക്തതയുള്ളതാണ്. എന്ത് ചെയ്യണം? മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക. അതിലാർക്കും സംശയമുണ്ടോ? അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കരുത്, പൂർണ്ണത ഉണ്ടായിരിക്കണം, ആർക്കും സംശയമില്ല. അനാഥകളുടെ സമ്പത്ത് അന്യായമായിട്ട് ദുരുപയോഗം ചെയ്യരുത്, സംശയമില്ല. അതിനാൽ ഈ 10 കൽപ്പനകൾ അങ്ങനെയുള്ളതാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് വളരെ ഗൗരവപ്പെട്ട വിഷയമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഈ വിഷയങ്ങളോട് എൻ്റെ സമീപനം എന്താണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരണം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. അപ്പോൾ നമ്മൾ അള്ളാഹുവോട് 5 നേരവും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചൊവ്വായ മാർഗത്തിൽ വഴി നടത്തണേ. അങ്ങനെ അള്ളാഹു നടത്തോ? അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഈ 10 കൽപ്പനകൾ, അവയോടുള്ള നമ്മുടെ സമീപനം എന്താണ് എന്ന് അള്ളാഹു പരിശോധിക്കും. ഇതിനനുസരിച്ചാണോ ഇയാൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് ആ വഴി സൗകര്യപ്പെടുത്തും, എളുപ്പമാക്കും. അതേസമയം പ്രാർത്ഥന ഒരു വശത്ത്, പ്രവർത്തനം മറ്റൊരു വഴിയിൽ. അങ്ങനെയാകുമ്പോഴോ ഇത് വെറുതെയാണ്. ഇയാളിങ്ങനെ കൈകെട്ടിയിട്ട് അറിയാതെ ഒരു ശീലം പോലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് എന്ന് അള്ളാഹുവിന് മനസ്സിലാവില്ലേ? മനസ്സിലാവും. അതിനാൽ അങ്ങനെ വെറുമൊരു ശീലമായിട്ട് അറിയാതെ ഉരുവിട്ടു പോകുന്ന വാക്കുകളായിട്ട് മാറരുത് പ്രാർത്ഥന. അതനുസരിച്ച് നമ്മൾ ആലോചിക്കണം. ഈ 10 കാര്യങ്ങളെ നിരന്തരം നമ്മളിങ്ങനെ പുനഃപരിശോധന നടത്തണം. ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ഇനി മാറേണ്ടതുണ്ടോ എന്ന നിലയിലുള്ള അന്വേഷണങ്ങൾ നിരന്തരം നടക്കേണ്ടതാണ്. അപ്പോൾ വളരെ ഗൗരവപ്പെട്ട 3 സൂക്തങ്ങളാണ് സൂറത്തുൽ അൻആം സമാപിക്കുന്ന ഈ ഘട്ടത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത്. അത് മൊത്തം ഈ സൂറയുടെ മൊത്തം എസൻസ് ആണ്, അതിൻ്റെ കാച്ചിക്കുറുക്കിയ രൂപമാണ് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി 154 ആയത്താണ്. മൂസ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് വരുന്നത്. ثم آتينا موسى الكتاب تماما على الذي أحسن وتفصيلا لكل شيء وهدى ورحمة لعلهم بلقاء ربهم يؤمنون. ثم آتينا, പിന്നീട് ആത്തൈന നാം നൽകി, അൽ കിതാബ് വേദഗ്രന്ഥം, തമാമൻ പൂർത്തീകരണമായിട്ട്, നമ്മുടെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമായിട്ട്, അലല്ലദീ അഹ്സന നന്മ ചെയ്തവന്റെ മേൽ, വതഫ്സീലൻ വിശദീകരണമായിട്ടുമാണ് നൽകിയത്, ലിക്കുല്ലി ഷൈ സകല സംഗതികളുടെയും വിശദീകരണം, വഹുദൻ സന്മാർഗദർശനമായിട്ടുമാണ്, വറഹ്മ അനുഗ്രഹദായകമായിട്ടുമാണ് അത് ഗ്രന്ഥം നൽകിയത്. ലഅല്ലഹും അവർ ആയെങ്കിലോ, അവർ ആകാൻ വേണ്ടിയാണ്, ബിലിഖാഇ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കാര്യത്തിൽ, യുഅ്മിനൂൻ അവർ വിശ്വസിക്കുന്നവരാകാൻ വേണ്ടിയാണ്. മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഗ്രന്ഥം നൽകിയതിനെ കുറിച്ചാണ്. ഏത് ഗ്രന്ഥം? തൗറാത്ത് എന്ന ഗ്രന്ഥമാണല്ലോ നൽകിയത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. സുമ്മ ആത്തൈന മൂസൽ കിതാബ,
പിന്നീട് നാം മൂസാക്ക് വേദം നൽകി. എങ്ങനെ? തമാമൻ, അത് പൂർത്തീകരണമായിക്കൊണ്ടാണ്, അനുഗ്രഹ പൂർത്തീകരണമായിട്ടാണ്. അലല്ലദീ അഹ്സന, ആർക്ക്? നന്മ ചെയ്യുന്നവരോടുള്ള നമ്മുടെ അനുഗ്രഹ പൂർത്തീകരണമായിട്ട്. തഫ്സീലൻ, സകല സംഗതികളുടെയും വിശദീകരണമായിട്ടുമാണ്. ലിക്കുല്ലി ഷൈ, സകലതിൻ്റെയും വിശദീകരണമായിട്ടും. വഹുദം വറഹ്മ, അത് സന്മാർഗമാണ്, കാരുണ്യമാണ്. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന നിലയിൽ അവർ വിശ്വസിക്കാൻ വേണ്ടിയാണ്. ആര്? ഇസ്രായേല്യർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അത് നൽകിയത്. മഹത്തായ ഒരു അനുഗ്രഹമായിട്ട് തൗറാത്തിനെ കുറിച്ച് പറയാണ് അല്ലെ. അതില് കുറെ വിശേഷണങ്ങൾ പറഞ്ഞു. തമാമൻ അലല്ലദീ അഹ്സൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവർ മേലുള്ള നമ്മുടെ അനുഗ്രഹ പൂർത്തീകരണമായിട്ടാണ്. വതഫ്സീലൻ ലികുല്ലി ഷൈ, സകല കാര്യങ്ങളുടെയും വിശദീകരണമായിട്ടാണ്. വഹുദൻ, അതോടൊപ്പം സന്മാർഗദർശകമായിട്ടാണ്. വറഹ്മ, അനുഗ്രഹമായിട്ടുമാണ്. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകിയത് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ചെറിയൊരു ആശയക്കുഴപ്പമുണ്ടാവാം. എന്താണ്? തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ഈ സന്മാർഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ സുമ്മ ചേർത്ത് പറഞ്ഞത് എന്താണ്? പിന്നീട് എന്നാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ശേഷമാണോ മൂസ അലൈഹി ഇസ്ലാം? അല്ലല്ലോ. 1000 വർഷങ്ങൾക്ക് മുമ്പാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ ആഗമനം ഉണ്ടായത്. അപ്പോൾ പിന്നെ എന്താണ് ഇങ്ങനെ? അവിടെ സുമ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കുറച്ച് മുമ്പ് ഈ സൂറയിൽ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നക്ഷത്രങ്ങളെ കണ്ടു, ചന്ദ്രനെ കണ്ടു, സൂര്യനെ കണ്ടു, ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. അവയെല്ലാം അസ്തമിച്ചു പോയപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങി. അങ്ങനെ കുറെ പരാമർശങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിരുന്നു. അതിനാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത്, ആ മാർഗമാണ് പിന്തുടരേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. അതിനോടാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരാമർശിച്ച സുമ്മ കണക്റ്റ് ആവുന്നത്. സുമ്മ ആതൈന മൂസൽ കിതാബ്, പിന്നെ നാം മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകി എന്ന് പറഞ്ഞ അതാണ്. അപ്പോൾ ഖുർആൻ അങ്ങനെ കാലക്രമത്തിൽ അല്ലല്ലോ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലേ. പല കാര്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ സാന്ദർഭികമായിട്ട് നമുക്കത് മനസ്സിലാവും. മൊത്തത്തിൽ ഒരു സൂറയുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആനിൽ വന്ന മറ്റ് സൂക്തങ്ങൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണത്. ചരിത്രപരമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ശേഷം ദീർഘകാലം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് നിലനിൽക്കുന്നു. ആ സുന്നത്തും ആ ശരീഅത്തുമാണ് നിലനിൽക്കുന്നത്. പിന്നീട് മൂസ അലൈഹി ഇസ്ലാമാണ് പുതിയ വേദവും പുതിയ ശരീഅത്തുമായിട്ട് അള്ളാഹു തആല നിയോഗിക്കുന്നത്. അതാണ് സുമ്മ ആതൈന മൂസൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ തുടങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തമാമൻ അലല്ലദീ അഹ്സൻ, നന്മ ചെയ്യുന്നവർക്കുള്ള അനുഗ്രഹ പൂർത്തീകരണമാണ് ഇത് എന്നാണ് പിന്നെ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ ദീനിനെ കുറിച്ച് സൂറ അൽ മാഇദയിൽ നമ്മൾ പഠിച്ചില്ലേ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്കുമേൽ പൂർത്തീകരിക്കുന്നു. വ അത്മംതു അലൈക്കും നിഅമതി, അത് തന്നെയാണ് ഇവിടെ തമാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനുഗ്രഹ പൂർത്തീകരണം. ആർക്ക്? അലല്ലദീ അഹ്സന, നന്മ ഉദ്ദേശിക്കുന്നവർക്കുള്ള അനുഗ്രഹ പൂർത്തീകരണം. ഇപ്പൊ നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഖുർആൻ മഹാ അനുഗ്രഹമാണ്. ഇതേപോലെ ഇസ്രായേൽ സമൂഹത്തില് നന്നാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മേലുള്ള അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് തൗറ അവതരിച്ചത്. വ തഫ്സീലൻ ലികുല്ലി ഷൈ, സകല കാര്യങ്ങൾക്കുമുള്ള വിശദീകരണവും. വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഖുർആനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ ഉണ്ടല്ലോ. വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗ വിശദീകരണം, അതിൻ്റെ എല്ലാ വശങ്ങളും വിശദീകരിക്കുന്നു. അതേപോലെ വ തഫ്സീലൻ ലികുല്ലി ഷൈ, മനുഷ്യ ജീവിതത്തില് മനുഷ്യനാവശ്യമായ എല്ലാ വഴികളും ഈ ഗ്രന്ഥം കൃത്യമായിട്ട് വിശദീകരിക്കും. വഹുദം വറഹ്മ, ഇത് സന്മാർഗദായകമാണ്.
കാരുണ്യമാണ്, അനുഗ്രഹമാണ്. എന്നിട്ട് പറയാണ് ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ, തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നവരാണ് എന്ന വിശ്വാസം ഇസ്രയേല്യരിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയും. അപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുഹഫുകൾ, ഏടുകൾ നൽകി, അതുപോലെ ശരീഅത്ത് നൽകി. മൂസ അലൈഹി ഇസ്ലാമിന് നൽകി. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയതിൽ എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട്. അത് അനുഗ്രഹ പൂർത്തീകരണമാണ് എന്ന് പറയുമ്പോൾ നമുക്കും അത് തന്നെ പോരെ എന്നൊരു ചിന്ത ഉണ്ടാവും. പുതിയ കാലത്ത് സർവവേദ സത്യവാദം എന്നൊരു വാദം ഉണ്ടായിട്ടുണ്ട്. എല്ലാ വേദങ്ങളും സത്യമാണ്. അതുകൊണ്ട് ഇപ്പോ നിലവിലുള്ള ബൈബിൾ ആരുടെ കയ്യിലാണോ അവർ ബൈബിൾ അനുസരിച്ച് ജീവിച്ചാൽ മതി. ഖുർആൻ കയ്യിലുള്ളവർ അതനുസരിച്ച് ജീവിക്കാം, ഭഗവത്ഗീത കയ്യിലുള്ളവർ അതനുസരിച്ച് ജീവിക്കാം എന്നുള്ളൊരു വാദം രംഗത്ത് വരുന്നുണ്ട്. യഥാർത്ഥത്തില് വേദങ്ങൾ അതാത് കാലഘട്ടത്തിൽ പ്രസക്തമാണ്. പക്ഷെ പുതിയൊരു വേദം അവതരിക്കുമ്പോൾ ആദ്യ വേദത്തിന്റെ പ്രസക്തി കുറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ കാലവുമായി ബന്ധിപ്പിച്ചാണ് വേദങ്ങൾ. ഇത് അന്ത്യവേദമാണ് ഖുർആൻ. അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ളതാണ്. അതിനാൽ തൗറയുടെ വിശദാംശങ്ങൾ ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ 155 വീണ്ടും ഖുർആനിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു വത്തഖൂ ലഅല്ലകും തുർഹമൂൻ. വഹാദാ, ഇപ്പോ ഇതാ, കിതാബുൻ, ഈ വേദവും അവതരിപ്പിച്ചിരിക്കുന്നു. അൻസൽനാഹു, നാം ഇത് അവതരിപ്പിച്ചത്, മുബാറക്, വളരെ അനുഗ്രഹീതമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഫത്തബിഊ, അതിനാൽ നിങ്ങൾ ഇനി ഇതിനെ പിന്തുടരുവിൻ. വത്തഖൂ, നിങ്ങൾ ദൈവഭക്തരാകണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ഈ സൂക്തത്തോടുകൂടി മറ്റ് സംശയങ്ങളൊക്കെ നീങ്ങിപ്പോവും. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറക്, ഇപ്പോഴിതാ അനുഗ്രഹീതമായ ഈ വേദവും നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് വേദം? ഖുർആനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അല്ലെ? മുബാറക്കാണ്, അനുഗ്രഹീതമാണ്. ഇത് വേദഗ്രന്ഥങ്ങളുടെ ഒടുവിലത്തെ എഡിഷനാണ് എന്ന് മനസ്സിലാക്കാം. ഫത്തബിഊ, അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റുവിൻ. വളരെ വ്യക്തമല്ലേ? അതിനാൽ പൂർവ്വവേദങ്ങളിൽ വിശ്വസിക്കുന്നവര് ഈ പുതിയ കാലത്ത് ഈ ഗ്രന്ഥത്തിലേക്കാണ് തിരിച്ചു വരേണ്ടത്. അവരുടെ മുൻ തലമുറകൾക്ക് പൂർവ്വവേദങ്ങൾ തീർച്ചയായിട്ടും വഴികാട്ടിയാണ്. പക്ഷെ പുതിയ കാലത്ത് ആ ഗ്രന്ഥങ്ങൾ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു, കാലത്തെ അതിജീവിക്കാൻ ശേഷി ഇല്ലാത്തതായിരിക്കുന്നു. അതിനാൽ ഈ പുതിയ എഡിഷൻ, വഹാദാ കിതാബ് അൻസൽനാഹു മുബാറക്, അനുഗ്രഹവുമായിട്ട് നാം അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തെ ഫത്തബിഊ, നിങ്ങൾ പിൻപറ്റുവിൻ. വത്തഖൂ, തഖ്വയുള്ളവരാവുകയും ചെയ്യുവിൻ. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങൾക്ക് അതാണ് ഉത്തമം. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും. ഇങ്ങനെ ഖുർആൻ ഖണ്ഡിതമായിട്ട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ പുതിയ കാലത്ത് സർവവേദ സത്യവാദം എന്നൊരു വാദം ചിലർ മുന്നോട്ട് വെക്കാണ്. മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ എല്ലാ വേദവും സത്യമാണ്. സത്യമാണ്, പക്ഷെ ഈ കാലഘട്ടത്തിൽ പ്രാക്ടിക്കലാണോ എന്നുള്ളതാണ്, അല്ലെ? പുതിയ പുതിയ പ്രശ്നങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം വേദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ ബൈബിൾ ഒരു കാലഘട്ടത്തിന് വേണ്ടി അവതരിച്ചതാണ്. ആ കാലം പിന്നിട്ടപ്പോൾ അതിന് കാലത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് ബൈബിളിൽ വിശ്വസിച്ചിരുന്ന യഹൂദരും ക്രൈസ്തവരുമായ സമൂഹം, തൗറയിലും ഇഞ്ചീലിലും വിശ്വസിച്ചിരുന്നവര് പിന്നീട് എന്തായി? അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേദം പരിഹാരം എല്ലാതായി മാറിയപ്പോൾ, അത് എക്സ്പയർ ആയി പോയപ്പോൾ അവര് യുക്തിചിന്തയിലേക്കും നിരീശ്വരവാദത്തിലേക്കും കേവല ഭൗതികതയിലേക്കും പോയി. അങ്ങനെ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ അട്ടിമറിഞ്ഞത്. കാരണം അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം
അവരുടെ കയ്യിലുള്ള വേദം നൽകുന്നില്ല. പക്ഷെ പുരോഹിതന്മാർ അതിൽ തന്നെ പിടിച്ചു തൂങ്ങാണ്. പുതുതായി വന്ന വേദത്തെ ഖുർആനിന് അംഗീകരിക്കാൻ സന്നദ്ധരായില്ല. അങ്ങനെയാണ് യുക്തിചിന്തയും നിരീശ്വരവാദവും ശക്തിപ്പെടുന്നത്. അതിനാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ള ഈ ഗ്രന്ഥത്തിലേക്ക് നിങ്ങൾ വരുവിൻ എന്ന ആഹ്വാനം കൂടിയാണ് ഈ സൂക്തം 155 സൂക്തം നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. വളരെ ശ്രദ്ധേയമായ സൂക്തങ്ങളാണ്, ഒരുപാട് ആലോചിക്കാനുള്ള സൂക്തങ്ങളാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ അപകടത്തിൽപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ മൂസാ അലൈഹി ഇസ്ലാമിന്റെ ഗ്രന്ഥമുണ്ട്, അത് അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ്, സകല പ്രശ്നങ്ങൾക്കുമുള്ള വിശദീകരണമാണ് എന്ന് പറയുമ്പോൾ അപ്പൊ അത് തന്നെ പോരെ? അങ്ങനെയാണെങ്കിൽ യഹൂദർക്ക് അത് തന്നെ പോരെ? അവരെന്തിനാണ് ഖുർആൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു പോവാൻ. വിഷയങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാതെ ആലോചിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണത് എന്ന് മനസ്സിലാക്കണം. മൂസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നില്ലേ, വറസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളിലേക്ക് നിയോഗിതനായ പ്രവാചകനാണ്. ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രം എന്നൊരു പരാമർശം അവിടെ വരുന്നുണ്ട്. അതിനാൽ ആ വേദവും ഇസ്രായേൽ സമൂഹത്തിലെ ആ കാലഘട്ടത്തിന് വേണ്ടി ഉള്ളതാണ്. അതിനാൽ പുതിയ കാലത്ത് വഹാദ കിതാബ്, ഇതാ പുതിയ വേദം, അത് സ്വീകരിക്കുവിൻ എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നൽകിയ 10 വസിയത്തുകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ആ വസിയത്തുകളുടെ സാക്ഷാത്കാരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിതത്തെ പ്രയോജനപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും പടച്ചവനെ ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ നാഥ. പടച്ചവനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ പലതരം പ്രതിസന്ധികൾ, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം, അതിലകപ്പെട്ടു പോയവർ ഇനിയും മുക്തരായിട്ടില്ല. അല്ലാഹുവേ, അവർക്കെല്ലാം പുതിയ ജീവിതവും പ്രതീക്ഷകളും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഫലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകം നോക്കി നിൽക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൻ്റെ മുകളിൽ, അഭയാർത്ഥി ക്യാമ്പിൽ, വനിതകളും കുട്ടികളും മാത്രമുള്ള ഒരു ക്യാമ്പിന് മുകളിൽ ബോംബ് വർഷിച്ചിട്ട് ശരീരങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. പരസ്പരം ചേർത്ത് വെക്കാൻ കഴിയാത്ത വിധത്തിൽ ശരീരങ്ങൾ ചിന്നിച്ചിതറിയിരിക്കുന്നു. എന്നിട്ടും അവർ പറയുന്നത് അവിടെ ഹമാസിൻ്റെ പോരാളികളുണ്ട്, അവരെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്, ഒരിക്കലും കുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നില്ല എന്നൊക്കെ കള്ളം വിളിച്ചു പറയാണ് ലോകത്തോട്. ലോകമാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വെറും കാഴ്ചക്കാരായിട്ട്. ഇതെന്തൊരു ലോകമാണ്, ഇതെന്തൊരു കാലമാണ്? ആലോചിച്ച് നോക്കൂ. പ്രതികരിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. അലൈസ മിൻകും റജുലുർ റഷീദ്, വിവേകമുള്ള ഒരെണ്ണമെങ്കിലും ഈ 850 കോടി മനുഷ്യരിൽ ഇല്ലേ? ഖുർആന്റെ ചോദ്യമാണ്. വിവേകിയായ ഒരാൾ പോലും ഇല്ലേ എന്നത്. നിസ്സഹായമായി പോവാണ്. പടച്ചവനെ, പരിഹാരങ്ങൾ നൽകണേ റബ്ബേ. ആ മർദ്ദിത ജനതയോട് കരുണ കാട്ടണേ നാഥ. അക്രമികളായ കുതന്ത്രങ്ങൾ മെനയുന്ന ഇസ്രയേൽ ഭരണകൂടത്തെ, അതിക്രമകാരികളെ നീ ഇല്ലാതാക്കണേ റബ്ബേ. അവരുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്തണേ നാഥ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നമ്മുടെ എറണാകുളത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളിയായ കല്ലേലിൽ ബഷീർ സാഹിബ് അള്ളാഹുലേക്ക് യാത്രയായി. വലിയ ബിസിനസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോഴും ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അദ്ദേഹം. പ്രബോധന പ്രവർത്തനങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയൊരു വ്യക്തിത്വമാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ നാഥ. അതേപോലെ തന്നെ കണ്ടോത്ത് അബ്ദുൽ മജീദ് സാഹിബ്, എറണാകുളത്ത് അശോക റോഡിൽ താമസിക്കുന്ന കണ്ടോത്ത് പള്ളിയുടെ പ്രസിഡന്റൊക്കെ ആയിരുന്ന മാന്യദേഹം അള്ളാഹുലേക്ക് യാത്രയായി. പടച്ചവനെ, അവർക്കെല്ലാം സ്വർഗത്തിൽ ഉന്നതമായ ഇടം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ
وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.